ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഹായ് എല്ലാവരും സുഖമായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കുന്നു എന്ന് കരുതുന്നു. ഞാൻ സൗമ്യയാണ്. ഇന്നും ഒരു പുതിയൊരു റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. വായോ. അപ്പോൾ ഇന്നുണ്ടാക്കുന്ന റെസിപ്പി നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അപ്പോൾ ഇതാണ് ചേമ്പില, അതായത് ചേമ്പ് തണ്ട് എന്നൊക്കെ പറയും, അതായത് ചേമ്പ് ചീര എന്നൊക്കെ പറയും. ഇത് വെച്ചിട്ടാണ് നമ്മൾ റെസിപ്പി ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ മഞ്ഞൾ വെള്ളത്തിൽ ഉപ്പിട്ടിട്ട് ഇച്ചിരി വെള്ളം എടുക്കുക, അതിൽ മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് കലക്കി വെക്കുക. അതിലേക്ക് വേണം നമ്മൾ ഇങ്ങനെ അരിഞ്ഞിടാനായിട്ട്. ഞാൻ അരിഞ്ഞിടണതിൻ്റെ വീഡിയോ എടുത്തത് കട്ടായി പോയി, ക്ഷമിക്കുക. അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾ മുക്കി വെക്കാനായിട്ട് ഓർമ്മപ്പെടുത്തുന്നു കേട്ടോ, മുക്കി വെക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിന് വേണ്ട കാര്യങ്ങൾ, അതായത് ചേരുവകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇതിന് വേണ്ട ചേരുവകളാണ് നമ്മുടെ വെളിച്ചെണ്ണയാണ് ഇതിന് വേണ്ടത്. ഓക്കെ, ഇതൊക്കെയാണ് നമ്മുടെ ചേരുവകൾ. വെളിച്ചെണ്ണയാണ് ആദ്യം വേണ്ടത്. പിന്നെ കടുക് വേണം, ഉള്ളി, അതായത് വെളുത്തുള്ളിയും ചുവന്നുള്ളിയും വേണം. അതുപോലെ തന്നെ നമുക്ക് ആവശ്യത്തിന് എരിവിനനുസരിച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും പച്ചമുളകും ഉഴുന്നും വേണം. പിന്നെ ഇഞ്ചി ഞാൻ എടുത്തിട്ടുണ്ട്. ഇത്തരം ചേരുവകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മളൊരു റെസിപ്പി തയ്യാറാക്കുന്നത്. ഇതൊന്നും അല്ല, ഇനിയും വേണം ചേരുവകൾ, പതുക്കെ പറയാം. ഓക്കെ, എല്ലാവർക്കും ഇത്രയൊക്കെ മനസ്സിലായി എന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് ഒരുമിച്ച് ഈ റെസിപ്പിയിലേക്ക് കിടക്കാം കേട്ടോ. അപ്പോൾ ഒത്തിരി സ്നേഹത്തോടെ, ഞാൻ സൗമ്യയാണ്, അപ്പോൾ ഒത്തിരി സ്നേഹത്തോടെ നിങ്ങളെല്ലാവരെയും എൻ്റെ പാചകത്തിലേക്ക് ക്ഷണിക്കുന്നു. ഒരുമിച്ച് പാചകം ചെയ്യാം. അറിയാത്തവർക്കും കൂടി ഞാൻ ഈ റെസിപ്പി പങ്കുവെക്കണം കേട്ടോ. ഓക്കെ, പിന്നെ നമ്മളിതാ പൊടിയായിട്ട് അരിഞ്ഞു വെച്ച നമ്മുടെ ചേമ്പ് തണ്ട് അഥവാ ചേമ്പ് ഇല. ഓക്കെ, ഇങ്ങനെ അതിനെന്താ നിങ്ങളുടെ നാട്ടിൽ പറയണമെന്ന് എനിക്കറിയില്ല. പിന്നെ ആവശ്യത്തിന് തേങ്ങ വേണം. അപ്പോൾ നമ്മളൊരു തോരനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തേങ്ങ അത്യാവശ്യം വേണം കേട്ടോ. ഇത് തേങ്ങ ആഡ് ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ വേപ്പില വേണം. അപ്പോൾ നമുക്ക് അടുപ്പൊന്ന് ചൂടാക്കി അതിലേക്ക് ചീഞ്ചട്ടി വെച്ച്, മൺചട്ടി ഉണ്ടെങ്കിൽ ഏറ്റവും ഉത്തമമാണ് കേട്ടോ. അപ്പോൾ എനിക്ക് മൺചട്ടി ഇവിടെ ഇല്ല. അപ്പോൾ ചട്ടി ചൂടാക്കിയിട്ട് അതിലേക്ക് ആവശ്യത്തിന് അങ്ങോട്ട് വെളിച്ചെണ്ണ ഒഴിക്കുക. അത് കഴിഞ്ഞ് വെളിച്ചെണ്ണ നമ്മൾ ചൂടാക്കി വന്ന് കഴിയുമ്പോൾ, ചൂടായിട്ട് ശേഷം കടുക് പൊട്ടാനായിട്ട് കടുകിടണം. കടുക് അങ്ങോട്ട് പൊട്ടി വരുമ്പോൾ നമ്മൾ ഉഴുന്ന് ചേർക്കണം. നമ്മൾ അരി എന്നിട്ട് അപ്പം ഒക്കെ ഉണ്ടാക്കാനായിട്ട് ഉഴുന്ന് ഉപയോഗിക്കൂല, ആ ഉഴുന്നാണ് കേട്ടോ ഞാനിവിടെ ചേർക്കണത്. ഉഴുന്ന് ആഡ് ചെയ്തു. കുറച്ച് വളരെ ഒരു 1/4 ടീസ്പൂണോളം ഉഴുന്ന് വേണം. അതിനുശേഷം ഇഞ്ചി, പച്ചമുളകാണ് ഇടുന്നത്, പച്ചമുളക് കേട്ടോ. അത് നമ്മൾ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ടാണ് അരിയണത് കേട്ടോ. പിന്നെ അതിലേക്ക് വെളുത്തുള്ളിയാണ് പിന്നെ ഇട്ടത്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇത് നന്നായിട്ട് ഇളക്കിയിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇതിലേക്കാണ് നമ്മൾ ചുവന്നുള്ളി അല്ലെങ്കിൽ സബോള, ഞാനിവിടെ സബോളയാണ് എടുത്തേക്കണത്. ചുവന്നുള്ളി ആണെങ്കിൽ കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. നിങ്ങൾക്ക് ചുവന്നുള്ളി കിട്ടുകയാണെങ്കിൽ ചുവന്നുള്ളി ആഡ് ചെയ്യണം കേട്ടോ, ഉൾപ്പെടുത്തണേ. അപ്പോൾ ഞാൻ ഒരു സബോള അരിഞ്ഞ് കുരുകുരുന്ന് അരിഞ്ഞ് ഇട്ടതാണ് കേട്ടോ. പിന്നെ അതിലേക്ക് നമ്മൾ ഉപ്പാണ് ഇട്ടേക്കണത്. ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം. ഓക്കെ, ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി അങ്ങോട്ട് കൊടുക്കുക. അങ്ങോട്ട് മൂക്കട്ടെ. അപ്പോൾ മൂത്ത് വരുന്നേക്കും നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ഉണ്ടാക്കുന്ന റെസിപ്പി ഇഷ്ടമാണെന്ന് കരുതുന്നു കേട്ടോ. ഇതുപോലെ തന്നെ ഇതിനു മുമ്പ് കുറേ റെസിപ്പികൾ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്, ഒന്ന് നോക്കണം കേട്ടോ. അപ്പം നമുക്ക് ഈ സബോള, അതായത് ഇതൊന്ന് നമുക്കൊന്ന് വരട്ടാം. നന്നായിട്ട് ഇളക്കി അങ്ങോട്ട് യോജിപ്പിക്കുക. കുറച്ച് നേരം സമയം എടുക്കും ഈ സബോള കുറച്ച് ബ്രൗൺ കളറായിട്ട് വരാനായിട്ട്. ഇതിലേക്ക് നമ്മൾ വേപ്പിലയാണ് ആഡ് ചെയ്യണത്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. എല്ലാം നമ്മൾ ആഡ് ചെയ്യുമ്പോൾ ഇളക്കി കൊടുക്കണം. ജസ്റ്റ് കളർ ചേഞ്ച് വരുമ്പോൾ നമ്മൾ പൊടികളായ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർക്കണം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കട്ടെ. ഇവിടെ വേണമെങ്കിൽ നമുക്ക് കാശ്മീരി മുളക് പൊടി യൂസ് ചെയ്യാം. കാശ്മീരി മുളക് പൊടി യൂസ് ചെയ്യുമ്പോൾ
കുറച്ച് കളറായിട്ട് കിട്ടും. കളർ വേണ്ടവർക്ക് ഇട്ടാം, അല്ലെങ്കിൽ നമുക്ക് പച്ചമുളക് മതി. അപ്പോൾ കളറിന് വേണ്ടിയിട്ട് നമ്മൾ കാശ്മീരി മുളക് പൊടിയാണ് ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുത്ത് വരുമ്പോൾ നമ്മുടെ തേങ്ങ ഉണ്ടല്ലോ, തേങ്ങ ചിരകി വെച്ചത്, അത് കുറച്ച് ആഡ് ചെയ്യണം. തേങ്ങ ഇടുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. തേങ്ങ ഇടാനായി ചീരയിലൊക്കെ നമ്മൾ ചീരയൊക്കെ വെക്കുമ്പോൾ തേങ്ങ കൂടി കുറച്ചും കൂടി ആഡ് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് റെസിപ്പി കിട്ടും. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഒന്ന് ഇളക്കി കൊടുക്കുക. എൻ്റെ സൗണ്ടിന് നല്ല വ്യത്യാസമുണ്ട്, അതുകൊണ്ട് ക്ഷമിക്കണം കേട്ടോ. നിങ്ങൾ റെസിപ്പി മാത്രം നോക്കിയാൽ മതി കേട്ടോ. ഇതിലേക്ക് ഞാൻ കുറച്ച് ഇത് മാറ്റിയിട്ട് അതിൻ്റെ ഉള്ളിലേക്കാണ്, അതായത് ആ കുഴിയിലേക്കാണ് നമ്മൾ ഈ അരിഞ്ഞ് വെച്ച ചേമ്പ് ഇടണത്. അഥവാ ചേമ്പും തണ്ടെന്ന് പറയും, ചേമ്പ് ചീര എന്നൊക്കെ പറയും. അപ്പോൾ ചേമ്പ് ചീര ഇടണത് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് നമ്മളിത് മൂടി വെച്ചിട്ട് വേവിക്കുകയാണ് ചെയ്യണത്. അപ്പോൾ നന്നായിട്ട് ബാക്കിയുള്ളതും കൂടി ഞാൻ മൂടി ഇളക്കിയിട്ട് ഇട്ടിട്ട് നന്നായിട്ട് കുനുകുനുന്ന് അരിയണം കേട്ടോ. അപ്പോൾ നന്നായിട്ട് കുനുകുനുന്ന് വേണം അരിയാനായിട്ട്. അപ്പോൾ നന്നായിട്ട് ഇളക്കി നന്നായിട്ട് മൂടി വെച്ച് നന്നായിട്ട് ഒരു 5-10 മിനിറ്റ് നന്നായിട്ട് ആവിയിൽ വേവിക്കുക. അതായത് ഇത് മൂടി വെച്ച് വേവിക്കുക. ഓക്കെ, നന്നായിട്ട് ഇളക്കി ഞാൻ എൻ്റെ വീഡിയോയിൽ കാണണ മാതിരി നന്നായിട്ട് അടിച്ച് വെച്ച് മൂടി വെച്ചിട്ടുണ്ട്. കണ്ടോ, കുറേ ഉണ്ടായത് ഇപ്പോൾ ചുരുങ്ങി വന്നിട്ടുണ്ട്. കണ്ടോ, നമ്മൾ ചേമ്പിൻ്റെ ഇല അരിയുമ്പോൾ നന്നായിട്ട് ചെറുതാക്കിയിട്ട് അരിയാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇത് വെന്ത് വന്നിട്ടുണ്ട്. ഇത്രയൊക്കെയുള്ളൂ റെസിപ്പി. നിങ്ങൾക്ക് ഇന്നത്തെ റെസിപ്പി ഇഷ്ടമായോ? പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നൊരു കുഞ്ഞു റെസിപ്പി അല്ലേ? ഇഷ്ടമായി എന്ന് കരുതുന്നു. ഞാൻ ഒന്നും കൂടി ഇളക്കാണ്. ഇച്ചിരി വേണമെങ്കിൽ നമുക്ക് വെളിച്ചെണ്ണയും കൂടി ആഡ് ചെയ്യാം കേട്ടോ ലാസ്റ്റ്. അത്രയൊക്കെ ഉള്ളൂ നമ്മുടെ കുഞ്ഞു റെസിപ്പി. ഓക്കെ, പിന്നെ നിങ്ങൾ എന്നെ നിങ്ങൾ റെസിപ്പികളൊക്കെ, ഞാൻ ചെയ്യുന്ന റെസിപ്പികളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കുറ്റം പറയേണ്ടവർക്ക് കുറ്റം പറയാം, അല്ലാത്തവർക്ക് എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ കഴിച്ചിട്ട് ആർക്കും ഒന്നും പറ്റിയിട്ടില്ല. ഇതിപ്പോൾ ഞാൻ അതായത് വോയിസ് മെസ്സേജ് അയക്കുന്നത് ഇത് കഴിച്ച് എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ടാണ് കേട്ടോ വോയിസ് മെസ്സേജ് തയ്യാറാക്കിയിരിക്കുന്നത്. ഫൈനലായിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിക്കുക. നല്ല ശുദ്ധമായിട്ടുള്ള പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ഉണ്ടാക്കി നോക്കണം. കഴിക്കാത്തവർ തീർച്ചയായിട്ടും ഉണ്ടാക്കി കഴിക്കുക. ഇതാണ് നമ്മുടെ റെസിപ്പി. ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ ചട്ടിയിൽ നിന്ന് ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ കേട്ടോ. ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഓക്കെ, കളർഫുൾ ആയില്ലേ? അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുതേ. അപ്പോൾ വേറൊരു റെസിപ്പി ആയിട്ട് വരുന്നത് വരെ ബൈ.